ചാപ്റ്റർ 11 ഡിസ്കസ് ചെയ്യുന്നത് അറേ സ്ലൈസിംഗ് ആണ്. ഈ ഒരു അറേയിൽ നിന്ന് ഡാറ്റയുടെ ഒരു ഭാഗം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് അറേ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു 1 ഡയമെൻഷണൽ അറേയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അറേയിൽ നിന്ന് എനിക്ക് 20 തൊട്ട് 60 വരെയുള്ള എലമെന്റ്സിനെ സ്ലൈസ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കോളൻ ഓപ്പറേറ്റർ ആണ്. നമ്പർ ഇമ്പോർട്ട് ചെയ്യുന്നു. റൺ ചെയ്യുന്നു. വേരിയബിൾ മെൻഷൻ ചെയ്ത് ഫംഗ്ഷൻ മെൻഷൻ ചെയ്ത് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നു. വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 to 100 വരെ വാല്യൂസ് ഉള്ളൊരു അറേ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഇതിൽ എനിക്ക് ഞാൻ 20 തൊട്ട് 60 വരെയുള്ള ആ ഒരു പോർഷനെ ഞാൻ സ്ലൈസ് ചെയ്യാണ്. വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു റേഞ്ച് കൊടുക്കുക. അതായത് സ്റ്റാർട്ടിങ് ഇൻഡെക്സും സ്റ്റോപ്പിംഗ് ഇൻഡെക്സും എനിക്ക് 20 തൊട്ട് 60 വരെയാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് നോക്കുക 1ഉം 5ഉം ആണ്. ഈ ഒരു 5 ഇൻഡെക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റോപ്പായിട്ട് 6 അതിന് തൊട്ട് മുന്നിലുള്ള 6 വേണം കൊടുക്കാൻ. എങ്കിലാണ് ഈ ഒരു 5 വരൂ. 1 കോളൻ 6. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 20 തൊട്ട് 60 വരെ എലമെന്റ്സ് ഉള്ള ആ ഒരു സ്ലൈസിങ് അറേ കിട്ടുകയാണ്. ഇപ്പൊ എനിക്കിതിൽ 70 വേണമെന്ന് വിചാരിക്കുക. 70 വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു ഇൻഡെക്സ് 6 മാറ്റി 7 എന്ന് മെൻഷൻ ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു 70 ഇൻക്ലൂഡ് ആയിട്ട് എനിക്കിതിൽ കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് വാല്യൂ മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 60 വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 60ന് തൊട്ട് മുന്നിലുള്ള വാല്യൂന്റെ ഇൻഡെക്സ് വേണം മെൻഷൻ ചെയ്യാനായിട്ട്. എങ്കിലാണ് ഈ ഒരു 60 നമുക്കിവിടെ ഇൻക്ലൂഡ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സ്റ്റോപ്പ് വാല്യൂല് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഇവിടെ റേഞ്ചില് സ്റ്റാർട്ട് വാല്യൂ മാത്രം മെൻഷൻ ചെയ്തു വിചാരിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റാർട്ട് വാല്യൂ 3 മാത്രം മെൻഷൻ ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 ഇൻഡെക്സ് തൊട്ട് ഈ ഒരു അറേയുടെ എൻഡിങ് വാല്യൂ വരെ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, എനിക്ക് വാല്യൂസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്ലൈസിംഗിൽ എനിക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു അറേ സ്ലൈസിംഗിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ഈ ഒരു സ്റ്റാർട്ട് വാല്യൂ മെൻഷൻ ചെയ്യാതെ സ്റ്റോപ്പ് വാല്യൂ മാത്രം മെൻഷൻ ചെയ്തു വിചാരിക്കുക. അപ്പൊ അവിടെ വരുന്ന ഡിഫറൻസ് എന്താ നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് ഈ ഒരു അരയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ തൊട്ട് ഈ ഒരു 4th ഇൻഡെക്സിന് തൊട്ട് മുന്നേയുള്ള വാല്യൂ വരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് ആ എലമെന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻഡെക്സ് 4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. എനിക്ക് ഇൻഡെക്സ് 3 എന്ന് പറയുന്ന വാല്യൂ ആയിട്ടുള്ള 40 വരെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കിട്ടുക. നമ്മളിവിടെ ഈ ഒരു റേഞ്ചില് സ്റ്റാർട്ടും സ്റ്റോപ്പും മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പാരാമീറ്റർ. നമുക്കിനി സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നോക്കാം. എനിക്കിവിടെ ഈ ഒരു 20, 40, 60
ഈ ഒരു രീതിയിലാണ് എനിക്ക് വാല്യൂസിന് വേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു അറേ മെൻഷൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടും സ്റ്റോപ്പും മെൻഷൻ ചെയ്യുന്നു. ഞാനിവിടെ 0 ഇൻഡെക്സ് തൊട്ട് 6 ഇൻഡെക്സ് വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടും സ്റ്റോപ്പും 0, 6 മെൻഷൻ ചെയ്യുന്നു. എനിക്ക് 0 തൊട്ട് 5 വരെയുള്ള ആ ഒരു വാല്യൂസ് മതി. ഓക്കെ, ആ ഒരു ഇൻഡെക്സ് നമ്പറിന്റെ വാല്യൂസ് എനിക്ക് എന്ത് ചെയ്താൽ മതി, സ്ലൈസ് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു സ്റ്റോപ്പ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോ 5ന്റെ വേണ്ട വെച്ചാൽ നമ്മൾ 6 വേണം കൊടുക്കാനായിട്ടാണ് സ്റ്റോപ്പ് വാല്യൂ. നമുക്കിപ്പോ 6 ആ വേണ്ട വെച്ചാൽ 7 വേണം സ്റ്റോപ്പ് വാല്യൂ ആയിട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ 5 വേണം. സോ ഞാൻ 6 ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റോപ്പ് വാല്യൂ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അടുത്ത് നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റെപ്പ് വാല്യൂ ആണ്. എനിക്കിവിടെ 20, 40 ആ ഒരു രീതിയിലാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ 2 ആണ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നത്. റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻഡെക്സ് നമ്മൾ ഈ ഒരു 10 കൊടുത്തത് കൊണ്ടാണ്, അതായത് ഇൻഡെക്സ് 0 കൊടുത്തോണ്ടാണ് ഈ ഒരു 10 എന്ന് വന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഇൻഡെക്സ് എനിക്ക് സ്റ്റാർട്ടിങ് എന്താ വേണ്ട, 20, 40 ആ ഒരു റേഞ്ചിലല്ലേ, ആ ഒരു വാല്യൂ ഇതിലാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 0 മാറ്റി ഈ ഒരു 20യുടെ ഇൻഡെക്സ് വേണം കൊടുക്കാൻ. അതിനുശേഷം റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു 20, 40, 60 ആ ഒരു എലമെന്റ്സിനെ മാത്രം സ്ലൈസിങ് ചെയ്തിട്ടുള്ള ഒരു അറേ കിട്ടണം. ഇപ്പൊ എനിക്കൊരു 30, 50, 70 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 30യുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. സോ ആ 2 ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് വാല്യൂ ആയിട്ട് 2 മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് എവിടം വരെ വേണ്ടേ, ഈ ഒരു 70 വരെയാണ്. സോ ഈ ഒരു 70ക്ക് ശേഷമുള്ള വാല്യൂ 80, ആ ഒരു 80യുടെ ഇൻഡെക്സ് വേണം മെൻഷൻ ചെയ്യാനായിട്ട്. സെവൻ മെൻഷൻ ചെയ്യുന്നു. എനിക്ക് സ്റ്റെപ്പ് 2 ആണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്, കാരണം എനിക്ക് സെക്കൻഡ് നമ്പർ അല്ലേ വേണ്ടേ. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 30, 50, 70 ഈ ഒരു സ്ലൈസിങ് അറേ കിട്ടുകയാണ്. ഈ ഒരു അറേയില് സ്റ്റാർട്ട് വാല്യൂം സ്റ്റോപ്പ് വാല്യൂം മെൻഷൻ ചെയ്യാതെ സ്റ്റെപ്പ് വാല്യൂ മാത്രം മെൻഷൻ ചെയ്തിട്ട് നമുക്ക് സ്ലൈസിങ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് വാല്യൂ ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നത് 3 ആണ്. ഞാനിവിടെ സ്റ്റാർട്ടിങ് വാല്യൂ സ്റ്റോപ്പ് വാല്യൂ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു അറേയിലത്തെ സ്റ്റാർട്ടിങ് വാല്യൂ തൊട്ട് എൻഡിങ് വാല്യൂ വരെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് 10 തൊട്ട് 100 വരെയുള്ള എലമെന്റ്സുകളെ അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് സ്റ്റെപ്പ് 3 നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 3 കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ടിങ് വാല്യൂ തൊട്ട് പിന്നീടുള്ള തേർഡ് വാല്യൂ, അതാണ് പിന്നീട് ഇവിടെ എന്ത് ചെയ്യുന്നത് 40 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നെക്സ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഒരു 40ക്ക് ശേഷമുള്ള ഒരു 3 സ്റ്റെപ്പിന് ശേഷമുള്ള വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. അതുകൊണ്ടാണ് ഈ ഒരു 70 വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അറേയില് സ്ലൈസിങ് നടക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് 2 കൊടുത്താലും സ്റ്റെപ്പ് 2 ആയിട്ടാണ് എന്ത് ചെയ്യുക അവിടെ ഒരു സ്ലൈസിങ് നടക്കുക.
ഓക്കെ, ഇപ്പൊ 10, 30, 50, 70, 90 എന്നുള്ള രീതിയിൽ കിട്ടും. സ്റ്റാർട്ടിംഗ് വാല്യൂ 10 ഫസ്റ്റ് വരുന്നു, അതിനുശേഷം സെക്കൻഡ് വാല്യൂ സ്റ്റെപ്പ് 2 ആണ്. സോ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 30 വരിക. സോ 30 വന്നു. പിന്നത്തെ സെക്കൻഡ് വാല്യൂ 50 ആണ്, അത് വന്നു. പിന്നെ 70 ആണ്, അത് വന്നു. പിന്നെ 90 ആണ്, അത് വന്നു. ഈ ഒരു 2 ഡയമെൻഷണൽ അറേയിൽ എനിക്ക് 4, 5, 7, 8 എന്ന് പറയുന്ന എലമെന്റ്സിനെയാണ് സ്ലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ റോസും കോളംസും മെൻഷൻ ചെയ്താൽ മതി. 4, 5 എന്ന് പറയുന്ന എലമെന്റ്സ് ഫസ്റ്റ് റോയിലും 7, 8 എന്ന് പറയുന്ന എലമെന്റ്സ് സെക്കൻഡ് റോയിലുമാണ്. അപ്പൊ ഞാൻ റേഞ്ച് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു 4, 5 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് റോ മാത്രം മതിയായിരുന്നെങ്കിൽ ആ ഒരു ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്പർ മെൻഷൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്താ, ഫസ്റ്റ് റോയും വേണം, സോ സെക്കൻഡ് റോയും വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഞ്ച് ആയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 1 റോയും 2 റോയും എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ റേഞ്ച് കൊടുക്കുന്നത് എങ്ങനെയാ? സ്റ്റാർട്ട്, സ്റ്റോപ്പ്. അപ്പോൾ 1 തൊട്ട് 3 വരെ മെൻഷൻ ചെയ്താലാണ് എനിക്ക് 1ഉം 2ഉം കിട്ടുള്ളൂ. അതായത് സ്റ്റോപ്പ് വാല്യൂവിന് തൊട്ട് മുന്നേയുള്ള ഈ ഒരു റോ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു 3 വേണം മെൻഷൻ ചെയ്യാനായിട്ട്. സോ 1 കോളൻ 3 എന്ന് മെൻഷൻ ചെയ്യുന്നു. റോ നമ്മുടെ കഴിഞ്ഞു. അടുത്ത് നമുക്ക് കോളം നോക്കാം. എനിക്കിവിടെ 0 കോളും 1 കോളുമാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു 4, 7 എന്ന് പറയുന്ന 0 കോളത്തിലും 5, 8 എന്ന് പറയുന്ന 1 കോളത്തിലുമാണുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ 0 കൊടുക്കുന്നു. ടോപ്പ് പോയിന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു 2 ഇൻഡെക്സ് ആണ്. കാരണം 2 ഇൻഡെക്സ് കൊടുത്താലാണ് എനിക്ക് ഈ ഒരു 1, അതായത് 1 വരെയുള്ള കോളംസിന്റെ വാല്യൂസ് എനിക്ക് എന്ത് ചെയ്യുള്ളൂ? ലഭിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് റേഞ്ച് ഞാൻ എന്ത് ചെയ്യണം? 0, 2 എന്ന് മെൻഷൻ ചെയ്യുന്നു. ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 4, 5, 7, 8 എന്ന് പറയുന്ന ഒരു അരേ, സ്ലൈസ് ചെയ്തിട്ടുള്ള സ്ലൈസിങ് അരേ നമുക്ക് കിട്ടും. ജുപിറ്റർ നോട്ട്ബുക്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു 2 ഡയമെൻഷണൽ അരയിൽ എനിക്ക് 4, 5, 7, 8 എന്ന് പറയുന്ന എലമെന്റ്സിനെയാണ് സ്ലൈസ് ചെയ്യേണ്ടത്. ഞാനൊരു ന്യൂ വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. അപ്പൊ അതിലേക്കാണ് ഞാൻ ഇതൊക്കെ പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു അരേ 1 മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അരേ 1-ലെ ഈ ഒരു 7, 8, 10, 11 എന്ന് പറയുന്ന വാല്യൂസിനെയാണല്ലോ നമുക്ക് വേണ്ടത്, എലമെന്റ്സിനെയാണല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അരേ ഇതിൽ പാസ് ചെയ്യുന്നത്, ഈ ഒരു വേരിയബിളിൽ. നമുക്ക് റോസ് മെൻഷൻ ചെയ്യാം. എനിക്കിവിടെ 1 റോയും 2 റോയും വേണം. അപ്പൊ അതുകൊണ്ട് 1 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് 1ഉം സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് 3ഉം ആണ് മെൻഷൻ ചെയ്യുന്നത്. അടുത്ത കോളം നമുക്ക് മെൻഷൻ ചെയ്യാം. എനിക്കിവിടെ 0 കോളും 1 കോളമാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് 0യും സ്റ്റോപ്പ് ഇൻഡെക്സ് ആയിട്ട് ഇൻഡെക്സ് നമ്പർ നമുക്ക് മെൻഷൻ ചെയ്യണമല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു 2 എന്ന് പറയുന്ന കോളത്തിൽ ഇൻഡെക്സ് നമ്പർ നമുക്ക് കൊടുക്കാം. വേരിയബിൾ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4, 5, 7, 8 എന്ന് പറയുന്ന സ്ലൈസിങ് അറേ കിട്ടുകയാണ്. എനിക്കിപ്പോ ഇതിൽ 10, 11, 12 എന്ന് പറയുന്ന എലമെന്റ്സിനെയാണ് സ്ലൈസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു 10, 11, 12 എന്ന് പറയുന്ന വാല്യൂസിന്റെ എലമെന്റ്സിന്റെ റോ എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മൾ ഫസ്റ്റ് 3 എന്ന് മെൻഷൻ ചെയ്യുന്നു, കോമ ഇടുന്നു, അതിനുശേഷം നമ്മൾ കോളമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കിതില് 0 കോളം വേണം, 1 കോളം വേണം, 2 കോളം വേണം. കാരണം ഈ ഒരു 0 തൊട്ട് 2 വരെയുള്ള
കോളംസിലെ നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഈ ഒരു 2 വരെ എനിക്ക് കിട്ടണമെങ്കിൽ 2ന് തൊട്ട് മുന്നേയുള്ള 3 എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സ് വേണം, ആ ഒരു കോളം ഇൻഡെക്സ് നമ്പർ വേണം മെൻഷൻ ചെയ്യാൻ. എങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു 12 വരെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കോളത്തില് റേഞ്ച് കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്പർ 0 ആയിരിക്കും മെൻഷൻ ചെയ്യുക. സ്റ്റോപ്പ് കൊടുക്കുന്നത് 3 ആയിരിക്കും. 3 കൊടുത്താലാണ് എനിക്ക് ഒരു ഇൻഡെക്സ് 2, അതായത് കോളം ഇൻഡെക്സ് 2 എനിക്ക് കിട്ടുള്ളൂ. കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 10, 11, 12 എന്ന് പറയുന്നൊരു ഈ ഒരു എലമെന്റ്സിനെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു അറേ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഇത്രയും ഭാഗമാണ് ഈ ഒരു 2 ഡയമെൻഷണൽ അറേ സ്ലൈസിംഗിൽ വരുന്നത്. ഈ ഒരു 3 ഡയമെൻഷണൽ അറേയിൽ നിന്ന് എനിക്ക് 7, 8 എന്ന് പറയുന്ന എലമെന്റ്സിനാണ് സ്ലൈസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ അറേ ഇൻഡെക്സ് നമ്പർ, സെക്കൻഡ് വൺ റോ, തേർഡ് വൺ കോളം. ഈ ഒരു 7, 8 എന്ന് പറയുന്ന എലമെന്റ് അറേ ഇൻഡെക്സ് 1ലാണ്. ഓക്കെ, ഇത് ഇൻഡെക്സ് നമ്പർ 1, അതായത് അറേ ഇൻഡെക്സ് നമ്പർ 1ലാണ് ഈ ഒരു 7, 8 എന്ന് പറയുന്ന വാല്യൂസ് ഉള്ളത്, എലമെന്റ്സ് ഉള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു അറേ ഇൻഡെക്സ് നമ്പർ ആണ്. അടുത്ത് ഞാൻ നോക്കാനായിട്ട് പോകുന്ന റോ ആണ്. ഈ ഒരു 7, 8 എന്ന് പറയുന്ന എലമെന്റ്സ് 0 റോയിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു റോ മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ നോക്കുന്ന കോളം ആണ്. ഇവിടെ എനിക്ക് ഈ ഒരു 7 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 0 എന്ന് പറയുന്ന ആ ഒരു കോളം നമ്പർ മാത്രം മെൻഷൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് വേണം, 1 കോളത്തിലെ 8 എന്ന് പറയുന്ന എലമെന്റും കൂടെ വേണം. അപ്പൊ നമ്മൾ റേഞ്ച് ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 0, 1 കോളത്തില് ആ ഒരു 7, 8 എന്ന് പറയുന്ന എലമെന്റ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 0 തൊട്ട് 2 വരെയുള്ള എന്ത് ചെയ്യണം, കോളം നമ്പേഴ്സ് മെൻഷൻ ചെയ്യണം. ആ ഒരു ഇൻഡെക്സ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു 0 കോളും 1 കോളത്തിലും 7, 8 എന്ന് പറയുന്ന എലമെന്റ്സ് കിട്ടുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട്, അതായത് ഈ ഒരു കോളത്തില് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആയിട്ട് ഞാൻ 0 മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 2 മെൻഷൻ ചെയ്യുന്നു. ഈ ഒരു 2 മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് 2ന് ഇത്, ഈ 2 എന്ന് പറയുന്നത് സ്റ്റോപ്പ് വാല്യൂ ആണ്. അപ്പൊ സ്റ്റോപ്പ് വാല്യൂന് തൊട്ട് മുന്നേയുള്ള വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 2 വേണം അവിടെ മെൻഷൻ ചെയ്യാനായിട്ട്. ഈ ഒരു 1 എന്ന് പറയുന്ന റോ കിട്ടണമെങ്കിൽ 2 വേണം മെൻഷൻ ചെയ്യാനായിട്ട്. നമ്മുടെ റേഞ്ച് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന റേഞ്ച് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കോളം എന്ന് പറയുമ്പോൾ 0 തൊട്ട് 2 വരെ മെൻഷൻ ചെയ്യുന്നു. അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ എനിക്ക് 0യും 1ഉം കോളത്തിലെ 7, 8 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ആ ഒരു 0, കോളം 2 എന്ന് പറയുന്നത് വരുന്നത്. നമുക്ക് ജുപിറ്റർ നോട്ട്ബുക്കിൽ ഇതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ അറേ 1 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറേയില് 2 അറേ വരുന്നുണ്ട് അല്ലെ, അതായത് അറേ ഇൻഡെക്സ് 0യും വരുന്നുണ്ട്, അറേ ഇൻഡെക്സ് 1ഉം വരുന്നുണ്ട്. ഇതിൽ എനിക്ക് അറേ ഇൻഡെക്സ് 1ലുള്ള 7, 8 എന്ന് പറയുന്ന വാല്യൂസ്, എലമെന്റ്സ് ആണ് എനിക്ക് സ്ലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ റോയും കോളും പിന്നെ ആ ഒരു അറേ ഇൻഡെക്സ് നമ്പറും നമ്മൾ എന്ത് ചെയ്താൽ മതി, മെൻഷൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒരു ന്യൂ വേരിയബിൾ മെൻഷൻ ചെയ്തതിന് ശേഷം ആ ഒരു വേരിയബിളിൽ ഈ ഒരു അറേ 1 ഞാൻ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഞാൻ ബ്രാക്കറ്റില് എനിക്ക് ഈ ഒരു അറേ 1ലെ എനിക്ക് എന്താണ്, ഈ ഒരു അറേ 1ലെ ഏത് വാല്യൂ ആണ് എനിക്ക് വേണ്ടത്, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു അറേ 2ലേക്ക് പാസ് ചെയ്യുക. അപ്പൊ 7, 8 എന്ന് പറയുന്ന
എലമെന്റ് ആണ് എനിക്ക് സ്ലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇൻഡെക്സ് ഞാൻ മെൻഷൻ ചെയ്യാണ് 1. അരേ ഇൻഡെക്സ് മെൻഷൻ ചെയ്യുന്നു 1. അതിനുശേഷം ഞാൻ അടുത്ത് എന്താ ചെയ്യുന്നത്, ഇതിന്റെ റോസും കോളംസും മെൻഷൻ ചെയ്യണം. ഈ 7, 8 എന്ന് പറയുന്ന ഒരൊറ്റ റോയിലുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു റോ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നു 0. അടുത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്ന കോളം ആണ് 0, 2. ഈ 0, 2 എന്ന് പറയുന്നത് എന്താ, റേഞ്ചിലാണ് ഈ ഒരു കോളം നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 0 തൊട്ട് 2 വരെ എന്നുള്ളൊരു മീനിങ്, സ്റ്റാർട്ടും സ്റ്റോപ്പും. അപ്പൊ സ്റ്റാർട്ട് തൊട്ട് സ്റ്റോപ്പ്, നമ്മൾ സ്റ്റോപ്പിന് ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള ഇൻഡെക്സ് നമ്പർ വരെയാണ് നമുക്ക് എന്ത് ചെയ്യുക, വാല്യൂസ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു 8 എന്ന് പറയുന്നത് 1 കോളം. അപ്പൊ ഈ 1 കോളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 1ന് തൊട്ട് മുന്നേയുള്ള ഇൻഡെക്സ് വേണം സ്റ്റോപ്പ് ആയിട്ട് കൊടുക്കാൻ. അതുകൊണ്ടാണ് 2 കൊടുക്കുന്നത്. അപ്പോൾ 0 തൊട്ട് 2 വരെ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 7, 8 എന്ന് പറയുന്ന എലമെന്റിനെ സ്ലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അരേ, റോ, കോളം നമ്പേഴ്സ് മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു വേരിയബിളിനെ ഞാൻ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 7, 8 എന്ന് പറയുന്നൊരു അരേ എനിക്ക് കിട്ടാണ്. ഓക്കെ, സ്ലൈസിങ് ചെയ്തിട്ടുള്ള ഒരു അരേ എനിക്ക് കിട്ടാണ്. ഇത്രയും ഭാഗമാണ് ഈ ഒരു 3 ഡയമെൻഷണൽ അരേ സ്ലൈസിംഗിൽ നോക്കാനുള്ളത്. ഇതിലിപ്പോ എനിക്ക് 7, 8 എന്ന് പറയുന്ന എലമെന്റ്സ് മാത്രമാണ് ഞാൻ സ്ലൈസ് ചെയ്തത്. എനിക്ക് 7, 8, 9 ഈ ഒരു 3 വാല്യൂസും ഈ ഒരു 3 എലമെന്റ്സും ആണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു 2 മാറ്റിയിട്ട് ഇവിടെ 3 മെൻഷൻ ചെയ്താൽ മതി. കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ 7, 8, 9 എന്ന് കിട്ടും. അത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്, സോ 1 മെൻഷൻ ചെയ്തു. ഇതിന്റെ റോ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്, സോ 0 മെൻഷൻ ചെയ്തു. അതിനുശേഷം എനിക്ക് കോളം ആണ് എനിക്ക് മെൻഷൻ ചെയ്യേണ്ടത്. ഈ ഒരു കോളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചുകൾ നമ്മൾ വരുത്തേണ്ടത് അല്ലെ. അപ്പോൾ 0 ആണ് കോളത്തിന്റെ സ്റ്റാർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. ഇനി സ്റ്റോപ്പ്, ഈ റേഞ്ചിന്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് വേണം, ഈ ഒരു 9 എനിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് വേണം അല്ലെ. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ, ഈ ഒരു കോളത്തിന്റെ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ 0, 1, 2. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഡെക്സ് പറയുന്നത് 2 ആണ്. 9 കിട്ടണമെങ്കിൽ എനിക്ക് ഇൻഡെക്സ് 2 എനിക്ക് വരണം. ഇൻഡെക്സ് 2 ഇൻക്ലൂഡ് ആവണമെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള ഇൻഡെക്സ് കൊടുത്താലാണ്, ഈ ഒരു സ്റ്റോപ്പ് ആയിട്ട് കൊടുത്താലാണ് ഈ ഒരു ഇൻഡെക്സ് 2 വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇൻഡെക്സ് 3 കൊടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു കോളത്തിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുക്കാണ്. 0 തൊട്ട് 3 വരെ വേണമെന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒരു വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ 7, 8, 9 എന്ന് പറയുന്ന എലമെന്റ്സിന്റെ സ്ലൈസിങ് കിട്ടും. ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഈ ഒരു നമ്പയില് പഠിക്കാനായിട്ടുള്ളത്.